തിരിച്ചു വന്നവരാണ് ചേട്ടൻ. സ്കൂളിൽ എന്താ സംഭവിച്ചേ? സ്കൂളിൽ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആണോ? വിഷമം വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. സമയത്തായിരുന്നു പ്രശ്നമായത്. ഫോൺ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചത് അതെ അതെ. ഇല്ല ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. സന്തോഷം. പിന്നെ ഓക്കെ അച്ഛനാണോ ഇറക്കണ്ട ഇവിടെ? ഇല്ലില്ല, ഒന്നുമില്ല. അതെ, നന്ദിയാണ് എല്ലാവരോടും നന്ദി. അച്ഛനെ കാണിക്കാൻ വേണ്ടി യും അമ്മയും പോലീസിനൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സന്തോഷകരമായ പ്രതികരണമാണ്. പെൺകുട്ടി കരയുന്നുണ്ട്, എന്തായാലും അവൾ പറയുന്നത് സന്തോഷം, വീട്ടുകാർക്ക് സമാധാനം, ഒപ്പം തന്നെ അറിയുന്നവർക്കും ഈ വാർത്ത കണ്ടുകൊണ്ടിരുന്ന നമുക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ എവിടെയാണ് എന്ത് സംഭവിച്ചെന്ന ആശങ്കയായിരുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുട്ടി കാളമുക്ക് പാലത്തിന്റെ അങ്ങേയറ്റം ഒരു സുഹൃത്ത് വാർത്ത കണ്ടിട്ട് ഈ കുട്ടിയെ കണ്ടിട്ട് തടഞ്ഞു നിർത്തി പോലീസിൽ വിവരം അറിയിക്കുകയത്. ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ അറിയിക്കുകയത്. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞു കേട്ടെ. ഈ കുട്ടിയെ കുറിച്ച് വിവരം കിട്ടിയിട്ട് ഒരു സംശയം തോന്നിയിട്ട് ഇത് ചെയ്താ. അല്ല, അവള് വരീഡായിരുന്നു. പക്ഷെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോ കുഴപ്പമില്ല. ഓക്കെ. ഏതായാലും ആശ്വാസകരം വാർത്ത കണ്ട് അങ്ങനെ ഒരു യാത്രക്കാരനാണ് കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പോലീസിനെ അറിയിച്ചത്. അഭിനന്ദ് തുടരുന്നുണ്ട്. അഭിനന്ദ്, ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിൽ വന്ന ചിത്രം കണ്ടാണ് ഏതായാലും ആ കുട്ടിയെ കണ്ടെത്താൻ സഹായമായത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അമ്മയും ആ കുട്ടിയും ഒക്കെ പറയുന്നത്? ആശ്വാസമല്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, അങ്ങനെ തന്നെയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ കൃത്യമായി തന്നെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിച്ചു. ആ പ്രചരിപ്പിച്ചതാണ് കുട്ടിയെ കണ്ടെത്തുന്നത് നിർണായകമായത് എന്നാണ് അമ്മയും അച്ഛനും ഒപ്പം തന്നെ കൂടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും പോലീസും വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് കുട്ടിയെ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് വ്യക്തമാക്കുന്ന വിവരമനുസരിച്ച് ഈ കുട്ടി മാതാപിതാക്കളുമായി നേരത്തെ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് കുട്ടിയുടെ അമ്മയുടെ ഫോണുമായി കുട്ടി സ്കൂളിലെത്തുന്നു. അങ്ങനെ അത് വാങ്ങി അത് സ്കൂൾ അധികൃതർ വെക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മനോവിഷമമാണ് ഇത്തരത്തിലേക്ക് സൈക്കിളിൽ മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്ന് കുട്ടി തന്നെ പറഞ്ഞു. എന്തായാലും ആ സമയത്തുണ്ടായ ആ ഒരു മനോവിഷമമാണ് പിന്നീട് അവിടെ നിന്ന് നാട് വിട്ട് തന്നെ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. തൻവിയുടെ ചിത്രങ്ങൾ ആ സമയത്ത് തന്നെ കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാൻ സാധിച്ചു. ആ പ്രചരിപ്പിക്കാൻ സാധിച്ചതാണ് അങ്ങേറ്റം നിർണായകമായതും. എത്രയും വേഗം ഏതാണ്ട് 8 മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലൊടുവിൽ അങ്ങനെ കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. കൊച്ചിയുടെ വ്യാപകമായ ഒരു പരിശോധനയായിരുന്നു SIP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അങ്ങനെ ഏതാണ്ട് 5 മണിയോടുകൂടി കുട്ടി കാണാതാകുന്നു. 10 മണിയോട് 10:30 സമയത്തോടുകൂടി ഈ രാത്രിയായിട്ടും അത് വ്യാപകമായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അമ്മയും അച്ഛനും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷത്തോടുകൂടിയുള്ള പ്രതികരണമാണ് ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ നടത്തിയത്. എളമക്കര പോലീസ് സ്റ്റേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രാജ്കുമാറിനെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം ഇത് വ്യാപകമായ ഒരു പരിശോധന കണ്ടെയ്നർ റോഡ്, മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ടൗൺ ഭാഗത്തേക്ക് തന്നെ ഉണ്ട് എന്നുള്ള അവസാനമായി അവർ സ്ഥിരീകരിച്ചു. പിന്നീട് ആ ടൗൺ ഭാഗം തന്നെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പിന്നീട് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇവിടെ എത്തിച്ചു. ആദ്യം തന്നെ കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ആശ്വാസകരമായ ഒരു കാര്യമാണെന്നും എല്ലാ മാധ്യമങ്ങളോടും നന്ദി ഇതിനോടകം തന്നെ അമ്മയും അച്ഛനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ മൊഴിയായിരുന്നു അമ്മയുടെയും അച്ഛന്റെയും രേഖപ്പെടുത്തിയിരുന്നത്. അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ തെരച്ചിലിന്റെ പൂർണ്ണമായ സമയങ്ങളിലെല്ലാം തന്നെ അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും ആ സമയത്ത് തന്നെ നൽകുവാൻ സാധിച്ചു. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ഏറ്റവും നിർണായകമായതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിരുന്നു ആ കുട്ടി സൈക്കിളിൽ പോകുന്നത്. കുട്ടിയുടെ വസ്ത്രത്തിന്റെ നിറമടക്കം കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിലേക്ക് വേഗം കണ്ടെത്താൻ പോലീസിന് സാധിച്ചത്. ഇപ്പോഴും കുട്ടി ആ ഒരു പാനിക്കായിട്ടുള്ളായിരുന്നു. നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇതിന് സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു സങ്കടമുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത്തരത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്.
എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും കുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ACP ജയകുമാറും കൂടെയുണ്ട്. ഗോകുൽ. ശരി, എസ് ശ്രീകാന്തും YS അഭിനന്ദും നിതിൻ അംബുജനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും എളമക്കരയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തിയെന്ന ആശ്വാസകരമായ വാർത്തയാണ്. ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് അല്പം മുമ്പ് വന്നത്. അതിൻ്റെ മാതാവടക്കം നമ്മളോട് പറയുകയുണ്ടായി. എല്ലാവർക്കും നന്ദി പറയുന്നു, മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച്. കാരണം മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ചിത്രം, ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടാണ് ഒരാൾ ആ പാലത്തിൽ വല്ലാർപാടത്ത് വെച്ച് കുട്ടിയെ അവിടെ ഉണ്ട് എന്ന വിവരം, അല്ലെങ്കിൽ അവിടെ വെച്ച് കണ്ട് തടഞ്ഞു നിർത്തി ആ വിവരം പോലീസിനെ അറിയിച്ചത്. ഏതായാലും സുരക്ഷിതയായി ആ 12 വയസ്സുകാരി, ആ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഇപ്പോൾ മാതാവിനും പിതാവിനും ഒപ്പമുണ്ട്. പോലീസിൻ്റെ വലിയ പരിശ്രമമാണ്, മണിക്കൂറുകൾ നീണ്ട തെരച്ചിലാണ്. അതോടൊടുവിൽ സന്തോഷകരമായി ശുഭ പര്യവസായിയായി തീരുന്നു. നമുക്കും ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്. അങ്ങനെ 12 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു.